ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്ന് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഈസി ആൻഡ് വെരി സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ളതായ ഒരു ചിക്കൻ ഗ്രിൽ ചെയ്തതാണ്. ഇത് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാം. അതിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ജ്യൂസിയാണ്, പിന്നെ അതുപോലെ ഹെൽത്തി ആണെന്ന് പറയാമല്ല, ഹെൽത്തിയാണ്. കാരണം നമ്മൾ അങ്ങനെ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ ഗ്രില്ലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യാമെന്ന് എന്നോടൊപ്പം കാണിച്ചു തരാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കന് 1 kg 200 gram സംതിങ്ങേ ഉള്ളൂ. അപ്പം ഇത് പല രീതിയിൽ നമുക്ക് തന്തൂരി മസാല പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അതിൽ വളരെ സിമ്പിൾ ആൻഡ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ട നമുക്ക് ആദ്യം മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓഫ് കർഡ് അല്ലെങ്കിൽ തൈര്. ഇനി ഇത് കൈവശമില്ലാത്തവർക്ക് ഒരു 2 to 3 ടീസ്പൂണ് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം, നാരങ്ങ നീര്. അതല്ല എങ്കിൽ തൈര് യൂസ് ചെയ്യുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ. ഇത് ഞാനിവിടെ നോർമൽ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് നോർമൽ ചില്ലി പൗഡറും യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ ഇതിനകത്ത് പെപ്പർ എടുക്കാഞ്ഞത് കൊണ്ടാണ് ഈ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്തത്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ക്യുമിൻ പൗഡർ അല്ലെങ്കിൽ ജീരകപ്പൊടി. ഒരു ടീസ്പൂണ് ഗീ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഗീ വേണ്ട എങ്കിൽ ആ സെയിം മെഷർമെൻറ്റിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. ഇത് ഇത് ഗരം മസാലയാണ്. അതായത് 3/4 ടീസ്പൂണ് ഗരം മസാല. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് അല്പം കൂടി ഇട്ടിട്ടുണ്ട് ക്യുമിൻ പൗഡർ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ടർമറിക് പൗഡർ. ഒരു 3/4 ടീസ്പൂണ് സോൾട്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തു. ഇനി സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എരി വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് ഞാൻ വെള്ളം യൂസ് ചെയ്യാതെ ആ കേർഡിൻ്റെയും ആ ഗീയുടെയും അതിലാണ് ഞാനിത് മസാലയാക്കിയിരിക്കുന്നത്. നമ്മൾ ചിക്കൻ എടുക്കുക, ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് മസാല നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിമം ഒരു 5 to 6 hours ഫ്രിഡ്ജിനകത്ത് വെച്ച ശേഷം പിന്നെ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ തന്തൂരി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കാം. അത് ഞാൻ ഇത് ഗ്രിൽ ചെയ്യുന്നത് എയർ ഫ്രയറിനകത്ത് വെച്ചാണ്. അത് നിങ്ങൾക്ക് OTG അവന് അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം മിനിമം ഒരു 1/2 hour എങ്കിലും ഈ ചിക്കന് അതിൻ്റെ മസാല പുരട്ടിയിട്ട് വെച്ച് മിനിമം വെക്കണം. അതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്താവുമ്പോൾ നമുക്ക് ഒട്ടും ഓയിൽ ഒന്നും ചേർക്കേണ്ട. ഓൾറെഡി ഞാൻ അല്പം ഗീ ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ
അതിന് ഇനിയും വീണ്ടും ഓയിലൊന്നും വേണ്ട. ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ്, ടോട്ടൽ 20 മിനിറ്റ്സ് വേണം, 20 to 22 മിനിറ്റ്സ്. അതിലാദ്യം ഞാനൊരു 10 മിനിറ്റ്സിലേക്ക് വെക്കുന്നു. 10 മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ ഫ്ലിപ്പ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈം കൂട്ടിയാൽ മതി. ആദ്യം തൽക്കാലം ഞാനൊരു 10 മിനിറ്റ്സ് വൺ സൈഡ് പിന്നെ ഫ്രൈ ഗ്രിൽ ചെയ്യാനായിട്ട് വെക്കുന്നു. ഞാനിപ്പോൾ 10 മിനിറ്റ്സ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ ചിക്കൻ അല്പം വലുപ്പമായതുകൊണ്ട് അത് കുക്കാകാൻ ഇച്ചിരി കൂടെ സമയം എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാനൊരു 3 മിനിറ്റ്സ് കൂടെ, അതായത് 13 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 13 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതായി. ഇനി ഞാനിത് ഫ്ലിപ്പ് ചെയ്തിട്ട് എഗെയിൻ അത്രയും തന്നെ മിനിറ്റ്സ്. അപ്പം ചിക്കൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിത് നോക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, അതായത് അത് ബേണായി പോകുന്നു ഒന്നും തന്നെയും പേടിക്കേണ്ട. ഞാൻ ഫ്ലിപ്പ് ചെയ്തു. എഗെയിൻ ഒരു സെയിം മിനിറ്റ്സ് തന്നെ ഞാൻ ഇത് എയർ ഫ്രയറിനകത്ത് വെക്കുകയാണ്. നമ്മൾ ചിക്കൻ്റെ ബോത്ത് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ ചൂടോടുകൂടെ സെർവ് ചെയ്യാം.